ഏവർക്കും നമസ്കാരം. ഞാൻ ബിജുകുമാർ, ജ്യോതിഷനാണ്. Vedic4.com ഞങ്ങളുടെ ഓൺലൈൻ വെബ്സൈറ്റ് ആസ്ട്രോളജിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് സർവീസാണ്. ഞങ്ങൾ വാട്സാപ്പിലൂടെയും ഫോണിലൂടെയും ഞങ്ങളുടെ ആസ്ട്രോളജി സംബന്ധമായിട്ടുള്ള എല്ലാ സർവീസും നിങ്ങൾക്ക് വേണ്ടി എത്തിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഡിസംബർ 18 മുതൽ 24 വരെയുള്ള വാരഫലം, ഈ ആഴ്ചത്തെ ഫലം 27 നക്ഷത്രക്കാർക്കും എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. മേടക്കൂറ്, അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനപരമായിട്ടുള്ള ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. യാത്രകൾ നമുക്ക് പൂർണ്ണമായിട്ടും അനുകൂലമാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മനസ്സിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ തൊഴിൽ നമുക്ക് ഉയർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് കാലം പൂർണ്ണമായിട്ടും അനുകൂലമാണ്. ബാങ്ക് ലോണ് പോലെയുള്ള നമ്മൾ ശ്രമിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സാധ്യത കൂടുതലായിട്ടുള്ള കാലഘട്ടമാണ്. സാഹസികമായിട്ടുള്ള പ്രവൃത്തികളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു നിൽക്കേണ്ടി വരും. അനുഭവ യോഗം നമുക്ക് ജാതകത്തിൽ കാണുന്നുണ്ട്. ഇടവക്കൂറ്, കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരം, അര എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും തടസ്സങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ നമുക്ക് കുറയുവാനുള്ള സാധ്യതയുണ്ട്. മനസ്സ് നമുക്ക് വളരെയധികം തൃപ്തിപരമായിരിക്കും. വളരെ കാലമായിട്ട് നടക്കാതിരുന്ന പല കാര്യങ്ങളും നടക്കുകയും ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അബദ്ധങ്ങൾ പറ്റാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യ കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ്. കുടുംബകാര്യങ്ങളുമായി ബന്ധപ്പെട്ട തർക്ക വിഷയങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലായിട്ടുള്ള കാലഘട്ടങ്ങളാണ്. സ്ത്രീജനങ്ങളിൽ നിന്ന് തടസ്സ കാര്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മനസ്സ് സംഘർഷഭരിതമായിരിക്കും. മകയിരം, അര, തിരുവാതിര, പുണർദ നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ധനപരമായിട്ടുള്ള വരുമാനം തൊഴിൽ മേഖലകളിൽ വർദ്ധിക്കുവാനുള്ള സാഹചര്യമുണ്ട്. യാത്രകൾ നമുക്ക് ഗുണപ്രദമായി തീരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിവാഹ ആലോചനകളിൽ ചില ചെറിയ തടസ്സങ്ങളോ വാക്കുതർക്കങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിസാഹസികമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക. എന്നാലും കർമ്മമേഖലയിൽ നമുക്ക് റെസ്റ്റില്ലാതെ തുടർച്ചയായി ചിലപ്പോൾ വർക്കുകളൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം. മനസ്സിൽ ഒരു സുഖ സമൃദ്ധി ഉണ്ടാകും. കുടുംബകാര്യങ്ങളിൽ ചില തർക്ക വിഷയങ്ങൾക്ക് സാധ്യതയുണ്ട്. വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ ചില ചെറിയ തടസ്സങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. പുണർദം, കാൽ, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കർക്കിടക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല കാര്യങ്ങളിലും പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. സാഹസികമായിട്ടുള്ള കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരാം. ധൈര്യം ചോർന്നു പോകുന്ന തരത്തിലുള്ളൊരു ഭയം നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. മാതാപിതാക്കളിൽ നിന്ന് ചില അംഗീകാരങ്ങളും നമുക്ക് സഹായങ്ങളും ഒക്കെ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. വീട്, വാഹനം എന്നിവ വാങ്ങുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കും. വസ്തുവകകളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട വസ്തുവകകളിലൊക്കെ നമ്മൾ വില പറയുകയോ അല്ലെങ്കിൽ അത് വാങ്ങാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയോ ഒക്കെ ചെയ്യും. മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന ചിങ്ങ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തനങ്ങൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ചെയ്യണം. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. കുടുംബകാര്യങ്ങളിൽ തർക്ക വിഷയങ്ങളുണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദര ഗുണം ഉണ്ടാകും. ഐശ്വര്യപ്രദമായിട്ടുള്ള കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. ധൈര്യമായി ഏതൊരു കാര്യത്തിനും ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കും. ഭക്ഷണ യോഗത്തിന് സാധ്യത കാണുന്നുണ്ട്. ധൈര്യം കൈവിടാതെ പ്രവർത്തന മേഖലയിൽ മുന്നിട്ട് നിൽക്കും. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, അര എന്നീ നക്ഷത്രക്കാർക്ക് തുടക്കത്തിൽ തന്നെ ഈ വാരത്തിൽ പല കാര്യങ്ങൾക്കും ഇറങ്ങുമ്പോൾ തന്നെ തടസ്സമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. അതുപോലെ തന്നെ അനുഭവ യോഗം കാണുന്നു. പ്രവർത്തന മികവ്, വിജയം എന്നിവ സാധ്യത ഉള്ള ഒരു കാലഘട്ടമാണ്. നല്ല വാക്കുകൾ കേൾക്കേണ്ടി വരും. കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് കാലം പൊതുവെ ഗുണകരമായിരിക്കും. അധ്യാപകർക്കും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കാലം അനുകൂലമാണ്. ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത ഉള്ള ഒരു കാലഘട്ടമാണ്. ചിത്തിര, അര, ചോതി, വിശാഖ നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം വരുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം
ശാരീരികമായിട്ടുള്ള ആരോഗ്യം വർദ്ധിക്കും. പല നല്ല ശീലങ്ങൾക്കും ഉടമയായിത്തീരും. വ്യക്തിത്വം പ്രകടിപ്പിക്കാൻ കഴിയും. ആത്മശക്തി അഥവാ ധൈര്യം നമുക്ക് കൂടുതലായി ഉണ്ടാവും. മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് പാത്രമാകും. കുടുംബകാര്യങ്ങളിൽ കർമ്മപരമായിട്ട് കൂടുതൽ അധ്വാനിക്കും. വിദ്യ കരസ്ഥമാക്കാൻ കൂടുതൽ ശ്രമിക്കും. മറ്റുള്ളവരോട് വളരെ അധികാരപൂർവ്വം സംസാരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈശ്വരാധീനപ്രദമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുക. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. വിശാഖം, കാൽ, അനിഴം, കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന വൃശ്ചികക്കൂറുകാർ വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. കുടുംബത്തിൽ അംഗീകാരങ്ങൾ ലഭിക്കും. ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് കാലം അനുകൂലമാണ്. അതുപോലെ തന്നെ സർക്കാരിൻ്റെ ടെസ്റ്റുകളൊക്കെ എഴുതുന്നവരും അതിൻ്റെ പരീക്ഷയ്ക്കുള്ള റിസൾട്ടുകളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കും കൂടുതൽ നല്ല നേട്ടങ്ങൾ കാണുന്നുണ്ട്. യാത്രാ തടസ്സം അനുഭവപ്പെട്ടേക്കാം. മനസ്സിൽ അലസത കൂടി വരാനുള്ള ഒരു സാധ്യത കാണുന്ന ഒരു കാലഘട്ടമാണ്. ചിലവുകൾ അധികരിച്ചു വരും. ഈശ്വരാധീനം തടസ്സപ്പെടും. മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന ധനുക്കൂറുകാർക്ക് ബിസിനസ് മേഖലയിൽ പുരോഗതി അനുഭവപ്പെടും. ഈശ്വരാധീനക്കുറവ് കൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ കുറയും. സർക്കാർ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് കാലം പൂർണ്ണമായിട്ടും അനുകൂലമാണ്. കുടുംബകാര്യങ്ങളിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ അനുകൂലമായി നമുക്ക് ദോഷങ്ങളുണ്ടാകാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ധനപരമായിട്ടുള്ള ചിലവുകൾ അനുഭവപ്പെടാം. അനുഭവ യോഗം കാണുന്നുണ്ട്. തൊഴിൽ മേഖലകളിൽ തർക്ക വിഷയത്തിന് സാധ്യത കാണുന്നുണ്ട്. ഒരു ഉൾഭയം ഉണ്ടാകാവുന്ന ഒരു കാലഘട്ടമാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, അര എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രവൃത്തികൾ വളരെ വേഗത്തിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി വരും. ഈശ്വരാധീനം പൂർണ്ണമായും വർദ്ധിക്കും. തൊഴിൽ മേഖലകളിൽ ചില ചെറിയ തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അത്ര മെച്ചപ്പെട്ട ഒരു വരുമാന സാധ്യത നമുക്ക് ഈ വാരത്തിൽ കുറഞ്ഞു വരും. കൂടുതലും അലസത, മടി എന്നിവ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അവിട്ടം, അര, ചതയം, പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭക്ഷണ യോഗം കാണുന്നു. യാത്രകൾ നമുക്ക് ഗുണകരമായി വരും. ബിസിനസ് മേഖലകളിൽ നേട്ടങ്ങൾ ഉണ്ടാകും. സർക്കാരിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകും. പല മേഖലകളിലും പ്രവൃത്തികൾ വിജയിച്ചു വരുവാനുള്ള സാധ്യതയുണ്ട്. അനുഭവ യോഗം നമുക്ക് കാണുന്നുണ്ട്. ആരോഗ്യ കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധ വേണം. വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. ധനയോഗം കാണുന്നു. പൂരട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗം ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മീനക്കൂറുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ കാണുന്നുണ്ട്. കുടുംബകാര്യങ്ങളിൽ പറ്റി ചിന്തിച്ച് മനസ്സ് അസ്വസ്ഥമാകുന്ന ഒരു രീതി കാണുന്നുണ്ട്. അതുപോലെ യാത്രക്കിടയിൽ ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ ഉണ്ടാകാവുന്ന സാധ്യതകൾ കാണുന്നുണ്ട്. ബിസിനസ് മേഖലകളിൽ പുരോഗതി കാണുന്നുണ്ട്. ഗവൺമെൻറ് കോൺട്രാക്റ്റുകൾ എടുത്തിരിക്കുന്നവർക്കും ബിസിനസ് മേഖലകളിൽ ഏജൻസികളൊക്കെ എടുത്ത് പ്രവർത്തിക്കുന്നവർക്കും കൂടുതൽ നേട്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. പ്രവർത്തനത്തിന് അനുസരിച്ചിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും. അനുഭവ യോഗം കാണുന്നുണ്ട്. തർക്ക വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക.